ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാനും ഷിംനിയും കൂടി ഒരു ബൈക്ക് ഇങ്ങനെ പോകട്ടോ. ഞങ്ങൾ രണ്ടാളും മാത്രമല്ല ഉള്ളത്. ഇതാക്കണേ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ കുഞ്ഞുണ്ട്, പിന്നെ കുഞ്ഞുൻ്റെ പെണ്ണുങ്ങളായ ഹിബി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നാലാൾക്കാരും കൂടി എങ്ങോട്ടാ പോകണത് വെച്ചാൽ ഹോല ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി പോവാണ്. അപ്പോൾ ഹണിമൂൺ ട്രിപ്പിന് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ വണ്ടിക്ക് കുറച്ച് കാറ്റടിക്കണം, എണ്ണടിക്കണം, പിന്നെ ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയൊക്കെ നമ്മൾ നിലമ്പൂർ കഴിഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയാട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ നേരെ നാടുകാണെത്തിയപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ മഴയല്ല, പക്ഷെ നാടുകാണി ചുരത്തിന്റെ മേലക്ക് വെക്കുന്ന നേരം നല്ല മഴ കേട്ടോ. അപ്പൊ നമ്മൾ നാടുകാണിന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ്. ഞങ്ങള് കണ്ണത്തമലവാരല്ല, ഞങ്ങള് ഹട്ടിയിലാണ്, കൂടല്ലൂർ നാടുകാണി ഹട്ടിയില്. നല്ല അടിപൊളി വ്യൂ, നല്ല തണുപ്പൊക്കെ കൊള്ളാൻ വേണ്ടിയുണ്ട്. ചെറിയ പൈസക്ക്, അതായത് എണ്ണ പൈസ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നല്ല മൂന്നാറ് പോയൊരു ഫീലാണ്. ഇവിടെ നോക്കിങ്ങള് മുന്നിക്ക് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് ശരിക്കും, പക്ഷെ കാണില്ലല്ലോ, ഇത്രയും കോട വന്ന അതിന്റെ ഒപ്പം വന്ന ഒരു കപ്പിൾസ് ആണ്. ഒരു മഴ പെയ്യുമ്പോ അങ്ങോട്ട് ഇറങ്ങും, എന്നിട്ടൊന്ന് ചോറിന് അങ്ങോട്ട് കയറും, പിന്നെയും പെയ്യും, അതേപോലെ അങ്ങോട്ട് ഇറങ്ങും. ഞങ്ങൾ എന്തായാലും നനയാൻ തീരുമാനിച്ചു. അതെ, ചെറിയ മഴയുള്ളൂ. അപ്പൊ മഴ ചെയ്യുന്നത് ഇതാക്കി നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ്. അത് വന്നോലെ അഭിപ്രായം എന്ന് പറയുമ്പോ അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട, ഞങ്ങൾക്ക് അറിയാവുന്നില്ല വലിയ കാര്യം. കട്ടിങ് ഇല്ല, നോ കട്ടിങ്. അപ്പൊ എന്താ വെച്ചാലേ മറ്റേ നാടുവാണിന്ന് നമ്മളെ ഊട്ടിക്ക് പോണ ആ റോഡില്ല, ആ റോഡിന് ഇങ്ങനെ വരുമ്പോ അത് പെട്രോൾ പമ്പ് ഉണ്ടല്ലോ ഇന്ത്യൻ ഓയിലിന്റെ, അത് നേരെ ഓപ്പോസിറ്റ് ഒരു പാലം. ആ പാലത്തിന് ഇങ്ങനെ നേരെ ഇങ്ങനെ പോരുമ്പോ അപ്പൊ കാണാം. ഇതാണ് മറ്റേ ആ ഒരു ചെക്കന്മാരൊക്കെ വന്നാണ്ട് വയറിലാക്കി പോയ സ്ഥലം ഉണ്ടല്ലോ, അതാണിതേ. അവിടെ ആരെ വിളിക്കണേ? കാമുകന ഓള പിന്നെ അതൊന്നും ഇടാൻ പറ്റൂല, ഓളന്ന് നല്ല മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഇവിടെ മല കയറാൻ തുടങ്ങുന്നോട് തന്നെ ഒരു ഏട്ടുണ്ട്, നല്ല ചായയും പരിപ്പുവടയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പരിപ്പുവടയൊക്കെ നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടോ. ഞങ്ങൾ 2-3 കഴിച്ചു, നല്ല അടിപൊളി സാധനം. ചായ കുറച്ച് വെള്ളം കൂടി വന്നൊരു ഡൗട്ട് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ആ മയത്ത് ചെറിയ മയും ചെറുപ്പത്തൊക്കെ ഇട്ടുണ്ട്, ആ ചായ ഇങ്ങനെ കുടിച്ചോണ്ട് നിന്നപ്പോൾ വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നമ്മളെ നാടുകാണിമ ചുരത്തുമ്പോൾ തന്നെയാണ്. നമ്മൾ പ്ലാൻ ഇട്ടിട്ടില്ലേ കേട്ടോ പോകുന്ന സമയത്ത്, എവിടേക്കാ പോകുക, നമുക്ക് അത് ചുരണ്ട് കയറാന്നില്ല പ്ലാനായിരുന്നു. പിന്നെ അട്ടി പോയി കഴിഞ്ഞപ്പോൾ വരുവാറ് നമുക്ക് ഊട്ടി പോകാറ്. അങ്ങനെ മസനഗുടി വൈക്കാണ് ഊട്ടി പോകുന്നത്. ഊട്ടി പോകുന്നവരെ രാത്രി ആയിക്കണം മസനഗുടി എത്തിയപ്പോഴോ. പക്ഷേ രാത്രി ആണെങ്കിലും മൃഗങ്ങൾക്ക് ഒരു കുറവില്ല കേട്ടോ. കണ്ടോ, മാനൊക്കെ കണ്ടില്ല, റോഡ് കൂടെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കുറെ കണ്ണുകളൊക്കെ കണ്ടിന്. ആ ബാക്കിൽ വരുന്ന മാനിന്റെ കാലിന് എന്തോ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിന് നടക്കാൻ, ഈ മാനാണ് നടക്കാൻ എന്തോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിനാണോ അത് ബാക്കിൽ? അതെ, ഇതിനാണ് തോന്നുന്നത്. അതിന്റെ കാലിന് എന്തോ പ്രശ്നമുണ്ട്. അപ്പുറത്ത് തന്നെ കുറച്ച് കാട്ടുപോത്തെല്ലാം നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതല്ല, ഈ പോത്തല്ല, ഇത് ഞങ്ങളാണ്. ഒരിക്കൽ മാന്റെ അപ്പുറത്ത് തന്നെ 2 കാട്ടുപോത്തും വലിയ 2 കാട്ടുപോത്തും നിൽക്കുന്നുണ്ട്. രാത്രി ഒരു 7 തന്നെ നമ്മൾ ഊട്ടിയിലെത്തി നമ്മൾ ആദ്യം ചെയ്ത് റൂം സെറ്റ് ആക്കലാണ്. റൂം നമുക്കിപ്പോൾ സീസൺ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റൂമും കിട്ടി, ചെറിയ റേറ്റിന് റൂമും കിട്ടി. പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് നമ്മൾ തട്ടുകടിയിലാണ് കയറിയത്. ഇതിന് മുന്നേ നമ്മൾ ഊട്ടിയിലെന്ന സമയത്ത് ഒരു തട്ടുകടി കയറിയാണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് ബില്ലിട്ടുന്നതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം പൈസ ചോദിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയത്. എന്തായാലും ഈ ചൂടത്ത് ഈ തട്ടുകടയിൽ നിന്നുള്ള ദോശയും സാധനങ്ങളെല്ലാം കഴിച്ചപ്പോൾ അടിപൊളിയിന്. അപ്പോൾ കൂടുതൽ വീഡിയോ ഇട്ടാണ്ട് ഞങ്ങൾ ലാഗ് അടുപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോസ് ആയിട്ട് നമുക്ക് നാളെ കാണാം.